നമസ്കാരം, ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷു സംബന്ധമായിട്ടുള്ള മറ്റൊരു ഫലത്തെയാണ് പറയുന്നത്. വിഷു സംക്രമത്തിന് ശേഷം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ഏതാനും നക്ഷത്രക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. വിഷുഫലപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറഞ്ഞിരുന്നു. വിഷുഫലത്തിൽ പ്രത്യേകം ദേവതയുണ്ട്. നക്ഷത്രത്തിന്റെ ദേവതയും വിഷുഫലത്തിലെ ദേവതയും തമ്മിൽ വ്യത്യാസമാണ്. വിഷു സംക്രമത്തിൽ ഏത് ദിവസമാണ് ഉദിക്കുന്നത് അതിന്റെ അനുസരിച്ചാണ് ദേവതയെ കണ്ടെത്തുന്നത്. ജന്മനക്ഷത്രത്തിന്റെ ദേവതയല്ല. പലരും ഈ വിഷയം കമന്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. നക്ഷത്ര ദേവതയും വിഷുഫലത്തിലെ ദേവതയും വ്യത്യസ്തമാണ് എന്നുകൂടി പറയുകയാണ്. നമുക്ക് ഇന്നത്തെ വിഷുഫലത്തിലേക്ക് കടക്കാം. വിഷു സംക്രമത്തിന് ശേഷം ഭാഗ്യം ലഭിക്കുന്ന ഏതാനും നക്ഷത്രക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിഷുഫലത്തിന്റെ വിഷു സംക്രമ പ്രകാരം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന 6 നക്ഷത്രക്കാരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മകം, പൂരം, ഉത്രം, പുണർദം, പൂയം, ആയില്യം എന്നീ 6 നക്ഷത്രക്കാർക്ക് ഭാഗ്യകാലമാണ് വിഷുവിന് ശേഷം. ഇവർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ദൈവകാരുണ്യം വർദ്ധിക്കുന്ന ദൈവാധീനമുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന സമയമാണ്. സൽകീർത്തിക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് മോശാവസ്ഥയിലിരുന്ന ഈ നക്ഷത്രക്കാർക്കൊക്കെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സുഖാനുഭവങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് ചിലരിൽ നിന്നൊക്കെ നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ധനാഗമനം വർദ്ധിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ജലദാനം നടത്തുക, കൂടാതെ കൂളമാല സമർപ്പിക്കുക, പിൻവിളക്ക് കൊളുത്തുക എന്നിവ കൂടുതൽ ഗുണപ്രദമാണ്. കൂടാതെ കുടുംബ പരമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അർച്ചനയും യഥാശക്തി പുഷ്പാഞ്ജലിയും ഒക്കെ നടത്തേണ്ടതാണ്. കൂടാതെ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. വിഷുഫലം ഈ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമാണ്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. ജനപ്രീതിക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. കൂടാതെ സ്ഥാനമാനങ്ങളും ബഹുമാനാദികളും ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് അതൊക്കെ മാറി അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങൾ ഉണ്ടായിരുന്ന നക്ഷത്രക്കാർക്കും ദാമ്പത്യം സുഖകരമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഐക്യമുണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. വിശേഷ വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സാധ്യതയും വർദ്ധിക്കുന്നതാണ്. കൂടാതെ പ്രതാപവും സൗഭാഗ്യവും സൽകീർത്തിയും ഒക്കെ വർദ്ധിക്കുന്ന വർഷമാണ്. വിഷു സംക്രമത്തോടെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന 12 നക്ഷത്രക്കാരെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.